എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഗാറ, ടമരി, കങ്കൂറ അവര് മൂന്ന് പേരും അങ്ങനെ നടക്കുകയാണ്. അവരിപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് നടന്ന് ഹിഡൻ ലീഫ് വില്ലേജിലേക്ക് വരും. ഗാറ ഹൊക്കാഗയോട് ചോദിക്കും, ഞങ്ങളൊരല്പം ലേറ്റ് ആയല്ലേ, ഐ എം സോറി. അതിന് ഹൊക്കാഗ പറയും, അതിന് കുഴപ്പമില്ല, എല്ലാവരും എത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഹൊക്കാഗയുടെ മാൻഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അവിടെയാണെങ്കിൽ റെയ്ക്കാഗ, ഹൊക്കാഗ, ഇച്ചിഗാഗ എന്നിങ്ങനെ ഒരുപാട് കാഗാസ് വന്നിരിക്കുകയാണ്. ഉടനെ അപ്പൂപ്പ ഹൊക്കാഗ പറയും, നറൂട്ടോയ്ക്കും ഹിനട്ടയ്ക്കും കല്യാണമാണല്ലേ. ഈ കാര്യം വില്ലേജിലുള്ള എല്ലാവരും അറിഞ്ഞു. അവർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ഗിഫ്റ്റ് ഞങ്ങളും റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് കേട്ട് റെയ്ക്കാഗ പറയും, ഞങ്ങളും ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു അടിപൊളി ഗിഫ്റ്റ് റെഡിയാക്കി കഴിഞ്ഞു. ഗാറയാണെങ്കിൽ ആ ന്യൂസ് കേട്ട് ഷോക്കാവും. കാരണം അവൻ മാത്രം ആ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗാറയും കങ്കൂറയും ടമരിയും അവര് മൂന്നുപേരും ഇപ്പൊ വേറെ റൂമില് മാറിയിരിക്കുകയാണ്. കങ്കൂർ ദേഷ്യപ്പെട്ട് ഇപ്പോ ടമരിയോട് ചോദിക്കും, യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തിയായിരുന്നോ? നറൂട്ടോയുടെ കല്യാണത്തെക്കുറിച്ച് ഓൾറെഡി നിനക്കറിയാമായിരുന്നില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് നീ അത് പറയാതിരുന്നത്? അതിന് ടമരി പറയും, എനിക്ക് മനസ്സിലായിരുന്നു നിങ്ങളോടത് പറയാൻ. ഗാറയാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് നറൂട്ടോയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാം എന്ന് ആലോചിക്കും. ഉടനെ കങ്കൂറ പറയും, ഉറപ്പായിട്ടും നല്ലൊരു ഗിഫ്റ്റ് വേണം അവന് കൊടുക്കാൻ. നല്ല എക്സ്പെൻസീവായ വാല്യുബിളായ ഒരു അടിപൊളി ഗിഫ്റ്റ്. അത് കേട്ടപ്പോ ഗാറയും കാര്യമായിട്ട് ഗിഫ്റ്റുകളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അവര് മൂന്ന് പേരും ചേർന്ന് ഗഹനമായി ചിന്തിക്കുമ്പോഴായിരിക്കും ലീയും ടെൻടണും അവിടേക്ക് വരിക. ലീക്കാണെങ്കിൽ അവരെ കണ്ട് ഭയങ്കര സന്തോഷാവും. ലീ പറയും, കാഗാസ് എല്ലാവരും എത്തുന്നത് വരെ ഞങ്ങൾ രണ്ടുപേരുമായിരിക്കും നിങ്ങൾക്ക് കമ്പനി തരാ. ലീ ഗാറയോട് ചോദിക്കും, നിങ്ങൾക്ക് ആക്ച്വലി എവിടേക്കെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടോ? ഈ ലീഫ് വില്ലേജില് അടിപൊളിയായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങൾ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതിന് ഗാറ പറയും, നറൂട്ടോയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അങ്ങനെയൊന്നുണ്ടെങ്കിൽ എന്നെ അവിടേക്ക് കൊണ്ടുപോകും. അത് കേട്ടില്ലേ അവൻ ഫുൾ പവറിൽ പറയും, യെസ്, അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഞാൻ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോവാം. പക്ഷെ ടമരിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടാവില്ല. അവളാണെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാതെ വാതിൽ വലിച്ചടച്ച് ആ ഹാളിൽ തന്നെ ഇരിക്കും. കട്ട് ചെയ്ത ഇറൂക്ക സെൻസായി ആണെങ്കിൽ ആ റാവൺ ഷോപ്പിൽ വന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഉടനെ റാവൺ ഷോപ്പിലെ ഷെഫും ആളുടെ മകളും അവർ രണ്ടുപേരും പറയും, ഞങ്ങളും ഇപ്പൊ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ലീഫ് വില്ലേജിലുള്ള എല്ലാവരും നറൂട്ടോയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്നു. ഞങ്ങൾ കാര്യമായിട്ട് ആലോചിച്ച് ഒരുപാട് ഡിസ്കഷൻ നടത്തി ഞങ്ങളും ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഒരു വർഷത്തേക്ക് നറൂട്ടോയ്ക്കും ഹിനട്ടയ്ക്കും അവർക്ക് രണ്ടുപേർക്കും ഇവിടെ നൂഡിൽസ് ഫ്രീ ആയിട്ടായിരിക്കും ഞങ്ങൾ കൊടുക്കുക. ഇറൂക്ക സെൻസായി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. വാവ്, അടിപൊളി. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു വർഷം അവനും ഹിനട്ടയ്ക്കും കണ്ടിന്യൂസ് ആയി ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്താ അവൻ ഹിനട്ടയും കൊണ്ട് ഈ കടയിൽ നിന്ന് ഇറങ്ങില്ല. 24 hours അവൻ ഫുഡ് കഴിച്ച് ഈ കട കൊടും കടത്തിലാക്കി മാറ്റി അവനും അവളും നല്ല പോലെ തടിച്ചു കൊഴുത്തായിരിക്കും പുറത്തേക്ക് പോവാ. അത് കേട്ട ഷെഫ് ആള് ഷോക്കാവും. പെട്ടെന്ന് തന്നെ ആൾ ആ കാർഡ് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഞാൻ ഒരു വർഷം കൊടുക്കുന്നില്ല, 6 മാസത്തേക്ക് ഫ്രീ ആയിട്ട് നൂഡിൽസ് കൊടുക്കും. കട്ട് ചെയ്താ ഇവിടെ കാറ അവൻ റോക്ലിയോട് പറയും, ഞങ്ങളും നറൂട്ടോയ്ക്ക് ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല, പക്ഷെ ഉറപ്പായിട്ടും നല്ലൊരു സർപ്രൈസിങ് ഗിഫ്റ്റ് അവന് കൊടുക്കും. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് എന്ത് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞ് വീണ്ടും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. റോക്ലി പറയും, ഞാൻ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് അത് ഡംബിൾസ് ആണ്. ഇത്രയും നല്ല ഗിഫ്റ്റ് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. സോ നിങ്ങള് അവൻ എക്സ്പെൻസീവായ ഒരു ഗോൾഡൻ ഡംബിൾസ് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അത് നറൂട്ടോയ്ക്ക് ഭയങ്കര ഇഷ്ടാവുന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ അവരെയും കൂട്ടി ആ റാമൻ ഷോപ്പിലേക്ക് വരും. ലീ ആണെങ്കിൽ ഇറൂക്ക സെൻസായെ കണ്ട് ഗാറയ്ക്ക് ഇറൂക്ക സെൻസായെ പരിചയപ്പെടുത്തും. ഗാറ, ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ഇറൂക്ക സെൻസായി. ഇതാണ് ടാൻഡ് വില്ലേജിലെ ഹൊക്കാഗ, സാക്ഷാൽ ഗാറ. ഇറൂക്ക സെൻസായി ഷോക്കായി. ഇപ്പൊ അവനോട് ചോദിക്കും, ലീ, നീ എന്തിനാ ഇദ്ദേഹത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ? അതിന് ലീ പറയും, നറൂട്ടോയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അത് കാണണമെന്ന് ഗാറ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇറൂക്ക സെൻസായി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് പതിയെ പുറത്തേക്ക് പോകും. കങ്കൂറ വീണ്ടും പറയും, നമുക്ക് വലിയ എക്സ്പെൻസീവായ ആഡംബരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങണം. അതിന് ഷെഫ് പറയും, നറൂട്ടോയ്ക്ക് അത്ര വലിയ ലക്ഷറി ഗിഫ്റ്റ് ഒന്നും താല്പര്യമില്ല, അതുകൊണ്ടാണ് വളരെ സിമ്പിളായി ഞാൻ നറൂട്ടോയ്ക്ക് ഫുഡ് ഫ്രീ ആയി കൊടുക്കാൻ തീരുമാനിച്ചത്. ഉടനെ റോക്ലി നറൂട്ടോയ്ക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ ഫുഡുകളായിട്ട് ഓർഡർ ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ഓരോരുത്തരും നറൂട്ടോയുടെ ഫേവറേറ്റ് ഫുഡ് അതൊന്നൊന്നായി ട്രൈ ചെയ്യാൻ തുടങ്ങും. അവരാവോളം ഫുഡൊക്കെ കഴിച്ച്
പുറത്തേക്ക് വരും. ലീ ചോദിക്കും, ഇനി നിങ്ങൾക്ക് എവിടേക്കാണ് പോവേണ്ടത്? പക്ഷെ ഗാറ ആള് കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് സാഡായിട്ട് അങ്ങനെ ഇരിക്കും. ഗാറ പറയും, ഇപ്പോഴും എന്റെ കൺഫ്യൂഷൻ നറൂട്ടോയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നതാണ്. കങ്കൂറ പറഞ്ഞതുപോലെ ഒരു ആഡംബര ഗിഫ്റ്റ് കൊടുത്തതുകൊണ്ട് അവൻ സാറ്റിസ്ഫൈ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്ത് ഗിഫ്റ്റ് കൊടുക്കാം എന്നവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും പുറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുക. അവർ ഷോക്കായിട്ട് ഇപ്പൊ പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ കില്ലർ ബി. അവനാണെങ്കിൽ ഒരു റാപ്പ് യോയോ സോങ് ഒക്കെ പാടി അവിടേക്ക് വരും. റോക്ലി പറയും, നിങ്ങളെ കില്ലർ ബി അല്ലേ, ലോർഡ് റെയ്ക്കാഗയുടെ ബ്രദർ? അതിന് കില്ലർ ബി പറയും, അതെ, ഞാൻ അവന്റെ ബ്രദറാണ്. അവരിപ്പോ ടീനോയുടെ ടീമിന്റെയും കൂടെ ഫുഡ് കഴിക്കാൻ മറ്റൊരു ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. സോ ആ ടൈം ഈ ലീഫ് വില്ലേജ് കണ്ട് ആസ്വദിക്കാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഉടനെ കില്ലർ ബി അവനിപ്പോ അവരെ എല്ലാവരെയും നോക്കും. നിങ്ങൾ ഇത്രയും നേരം നറൂട്ടോയ്ക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റിനെ കുറിച്ചല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാനും അത് തന്നെയാണ് ചിന്തിച്ചത്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവന് വേണ്ട മുഴുവൻ ഗിഫ്റ്റും കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഫുഡ്, റിസപ്ഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യും. റോക്ലി ആണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, അത് ശരിക്കും അടിപൊളിയായിരിക്കും. ഉടനെ കില്ലർ ബി അവൻ ഗാറയോട് ചോദിക്കും, നിങ്ങൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അതിന് ഗാറ അവൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് പറയും, ഇപ്പോഴും അവൻ എന്താണ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കങ്കൂറയ്ക്കാണെങ്കിൽ അത് തീരെ സഹിക്കില്ല. ഉടനെ കങ്കൂറ അവൻ പറയും, നിങ്ങളുടെ വില്ലേജ് മാത്രമല്ല ഞങ്ങളുടെ വില്ലേജിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആക്ച്വലി ഗാറ അവൻ കുറച്ച് കൺഫ്യൂഷനിലാണ്. പക്ഷെ ഓൾറെഡി ഞങ്ങൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഫ്ലവേഴ്സ്, ഫിഷ്, മീറ്റ് എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും അവിടേക്ക് സപ്ലൈ ചെയ്യാൻ ഞങ്ങൾ ആദ്യം തന്നെ ഫൈനലൈസ് ചെയ്തതാണ്. ഗാറയാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഇവിടെ കങ്കൂറയും കില്ലർ ബിയും അവർ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. കില്ലർ ബി പറയും, കല്യാണത്തിന് സ്പെഷ്യലായി എന്റെ ബ്രദറിന്റെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവും. അതിന് കങ്കൂറ ചിരിക്കും, ഞങ്ങൾ വരുന്ന എല്ലാവർക്കും പുതിയ പുതിയ ഗിഫ്റ്റുകൾ കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. കില്ലർ ബി ആണെങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ പറഞ്ഞ് അവിടുന്ന് ഓടും. ഉടനെ കങ്കൂറയാണെങ്കിൽ ആ ഡിബേറ്റിൽ ഫെയിലാവും. കങ്കൂറ പറയും, ഇപ്പൊ ഞാൻ ഫെയിലായി, പക്ഷെ ഗാറ ഉറപ്പായിട്ടും നമ്മളുടെ ഗിഫ്റ്റുകൾ അവരെ ഡിഫീറ്റ് ചെയ്യണം. സാൻഡ് വില്ലേജിന്റെ പവർ അവർ തിരിച്ചറിയണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കാക്കാഷി മാസ്റ്ററുടെ മാൻഷൻ, അവിടെ പൂപ്പ ഹൊക്കാഗയും റെയ്ക്കാഗയും കാക്കാഷി മാസ്റ്ററും അവരെല്ലാവരും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പോഴായിരിക്കും അസിസ്റ്റന്റ് ചേച്ചി അവൾ അവിടേക്ക് വന്ന് പറയും, നറൂട്ടോയുടെ കല്യാണത്തിന് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം അത് ഉറപ്പായാലും വേണം. അതേസമയം ഇവിടെ റോക്ലി ഗാറയോട് പറയും, നിങ്ങൾ നറൂട്ടോയുടെ കല്യാണത്തിന് ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നറൂട്ടോയ്ക്ക് അത് ഒരുപാട് ഇഷ്ടാവും. അവൻ തീർച്ചയായിട്ടും അതിൽ ഇംപ്രസ്ഡ് ആവും. ഗാറയ്ക്കാണെങ്കിൽ ഡാൻസിന്റെ ABCD അറിയില്ല. അവൻ ഒരു സെക്കൻഡ് ഡാൻസ് കളിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യും. അപ്പോഴായിരിക്കും അവർ വീണ്ടും കില്ലർ ബിയെ കാണുക. കില്ലർ ബി ആണെങ്കിൽ ആ നാട് മുഴുവൻ നടന്ന് റെയ്ക്കാഗ ആൾ ഡാൻസ് കളിക്കുന്നുണ്ട്, നറൂട്ടോയുടെ കല്യാണം അത് ഞങ്ങൾ അടിപൊളിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ ഫൈക്ക് ആകാശ് അവരെല്ലാവരും ചേർന്ന് വലിയൊരു മീറ്റിംഗ് നടത്തുകയാണ്. അതിലെ പ്രധാന അജണ്ട നറൂട്ടോയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നതാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് വിഷമിച്ച് നിൽക്കുന്ന ടെമരിയെ ഇപ്പൊ ഷിക്കമരു ആശ്വസിപ്പിച്ച് ഡിന്നറിന് കൊണ്ടുപോകും. മറ്റൊരു ഭാഗത്ത് കാകാസ് എല്ലാവരും ചേർന്ന് ഹാപ്പിയായി ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്ത് അവരുടെ ഡിന്നർ കഴിക്കുകയാണ്. കട്ട് ചെയ്ത ഗാറ അവനിപ്പോ ആ റാമൻ കടയിൽ വന്ന് ഫുഡ് കഴിക്കുകയാണ്. ഉടനെ ഇറൂക്ക സെൻസായി ആൾ അവിടേക്ക് വന്ന് ഗാറയോട് മാപ്പ് ചോദിക്കും. ഐ എം സോറി, ഞാൻ രാവിലെ ലക്ഷൂറിയസ് ഗിഫ്റ്റ് നറൂട്ടോ കുട്ടപ്പന് ഗിഫ്റ്റായി കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും തെറ്റായ ഒരു കാര്യമാണ്. നറൂട്ടോ ഒരിക്കലും ഗിഫ്റ്റുകളെ വാല്യൂ ചെയ്ത് നോക്കാറില്ല. അത് കേട്ട് ഗാറ ചിരിക്കും. ഞാൻ ആക്ച്വലി ഇവിടേക്ക് വന്നത് ഒരു കസുകാകയായിട്ടല്ല. ശരിക്കും ഞാൻ നറൂട്ടോയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ അവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി അവനോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ലൊരു ഗിഫ്റ്റ് അവന് ഞാൻ സമ്മാനമായിട്ട് കൊടുക്കും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അങ്ങനെ അവർ രണ്ടുപേരും കാഷ്വലായി സംസാരിച്ച് പുറത്തേക്ക് പോവും. ഷെഫ് ആണെങ്കിൽ കടയൊക്കെ ക്ലോസ് ചെയ്ത് കുട്ടപ്പന് കൊടുക്കേണ്ട ഗിഫ്റ്റ് കാർഡ് അതങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഗാറ അവനിപ്പോ സാൻഡ് വില്ലേജിലേക്ക് തിരികെ പോവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഗാറ പറയും, ഇനി ഞാൻ നറൂട്ടോയുടെ കല്യാണത്തിനായിരിക്കും ഇവിടേക്ക് വരിക. അന്ന് ഞാൻ നറൂട്ടോയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടായിരിക്കും അവനുള്ള ഗിഫ്റ്റുമായിട്ട് വരിക. അത് കേട്ട് എല്ലാവരും ഹാപ്പിയായി. ഗാറയും ടെമരിയും കങ്കൂറയും അവർ തിരികെ ഗ്രാമത്തിലേക്ക് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.